അനൂപ് കെ ആർ കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. അനൂപ്, നേരത്തെ സ്വാലിഹ് സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥയുടെ ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ ചൂരൽമലയിലേക്ക് അദ്ദേഹം എത്തുകയുള്ളൂ എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്ലാത്തപക്ഷം നേരെ ക്യാമ്പുകളിൽ സന്ദർശനം, അതിനുശേഷം ആശുപത്രിയിൽ, തുടർന്ന് അവലോകന യോഗത്തിൽ എന്നിങ്ങനെയാണ് ഒരു തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ സ്വാലിഹിനോട് ചോദിച്ചതുപോലെ തന്നെ അങ്ങേയറ്റത്തെ പ്രതീക്ഷയുണ്ട് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിൽ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുമായി തന്നെയാണ് വയനാടും അദ്ദേഹം എത്തുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നോക്കിക്കാണുന്നത്. ഈ ദുരന്തബാധിത മേഖലയിലെ സാഹചര്യം അദ്ദേഹത്തിന് മുൻകൂട്ടി തന്നെ ഒരു അറിവുണ്ട്, ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് രാവിലെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരും നമ്മളോട് സൂചിപ്പിച്ചത്. ആ നിലയ്ക്കുള്ളൊരു പ്രാധാന്യം ഈ ഒരു സന്ദർശനത്തിനുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. തീർച്ചയായും ആ രീതിയിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വയനാട് ജനത, കേരളമാകെ പ്രത്യേകിച്ച് വയനാട് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് വയനാടിന് കേന്ദ്ര സർക്കാർ ഈ ദുരന്തത്തിൻ്റെ ആഘാതം മനസ്സിലാക്കിയതിന് ശേഷം, സ്ഥലത്തെത്തി മനസ്സിലാക്കിയതിന് ശേഷം പ്രധാനമന്ത്രി നൽകാൻ പോകുന്നത് എന്നാണ് പ്രധാനമായും കേരളം പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ അനൂപ്, കേൾക്കാമോ? അനൂപിലേക്ക് മടങ്ങിയെത്താം. അനൂപ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ഗൗരവതരമായ ഒരു സന്ദർശനം അദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തുമ്പോൾ എന്ന് പറയേണ്ടി വരും. അല്പസമയം മുൻപാണ് കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം അദ്ദേഹം ക്യാമ്പിലേക്ക് പുറപ്പെട്ടത്. ക്യാമ്പിൽ കഴിയുന്ന നിരവധി പേരെ, ഈ വയനാടിൻ്റെ യഥാർത്ഥ സാഹചര്യം അവരിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് ആയിരിക്കും പിന്നീട് ദുരന്തഭൂമി സന്ദർശിക്കുക എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ കാലാവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മഴയുണ്ടെങ്കിൽ ചൂരൽമലയിലെ സന്ദർശനം ഒഴിവാക്കാനുള്ള ഒരു സാധ്യതയും ഈ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു ഗൗരവം, അല്ലെങ്കിൽ വയനാട് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ ഒരു അതീവ ഗുരുതരമായ സാഹചര്യം, കേരളം ഇപ്പോൾ വയനാടിനെ അതിജീവനത്തിനു വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സാഹചര്യം, അതിനു വേണ്ടുന്ന സാമ്പത്തികമായ സഹായം അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനം അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. നിർണായകമായ പാക്കേജ് പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകണം. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. അനൂപ് കെ ആർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അനൂപ്, തുടരാം. അദ്ദേഹം അല്പസമയം, ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടിയിലാണ്. അല്പസമയത്തിനകം ചൂരൽമലയിലേക്ക് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം കടന്നുപോകും. മുഖ്യമന്ത്രിയൊക്കെ ഉൾപ്പെട്ട വാഹനവ്യൂഹം കടന്നുപോകും. ചൂരൽമലയിൽ ബെയിലി പാലത്തിന് സമീപത്താണ് ആദ്യം അവിടെ എത്തുക. അതിനുശേഷം ബെയിലി പാലത്തിലുൾപ്പെടെ അവിടെ അതിൻ്റെ എഞ്ചിനീയറിംഗ് ടീം ഉൾപ്പെടെ അവിടെയുണ്ട്. നേരിട്ട് അവരെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ചൂരൽമലയിൽ നിന്ന് തിരിച്ച് അദ്ദേഹം ഇറങ്ങും. നേരത്തെ തന്നെ വ്യോമമാർഗം ആ ഭൂപ്രദേശത്തിൻ്റെ ഒരു സ്വഭാവവും ഏത് വിധത്തിലാണ് ആ ദുരന്തത്തിൻ്റെ ആഘാതവും എന്നും ഈ ഹെലികോപ്റ്ററുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ആ മേഖലയിലൂടെ കൃത്യമായി ആ മേഖലയെ നിരീക്ഷിക്കുന്ന വിധമാണ് ആ ഹെലികോപ്റ്റർ അല്പസമയം മുൻപതിലെ കടന്നുപോയത്. ഏതായാലും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഗവർണർ ഉൾപ്പെടെയുള്ള ആ സംഘം ആ വിധത്തിൽ ആ സ്ഥലത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ ആ ഭൂപ്രദേശത്തിൻ്റെ ഘടന, ഏത് വിധത്തിലാണ് ആ ദുരന്തം ഈ പ്രദേശത്തെ ബാധിച്ചത് എന്നതെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്ന വിധത്തിലാണ് ഹെലികോപ്റ്ററുകൾ ആ മേഖലയിലൂടെ കടന്നുപോയത്. അതിനുശേഷം കൽപ്പറ്റ SKMG സ്കൂളിൽ ഇറങ്ങി തുടർന്ന് കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടിയിലേക്കുള്ള വഴിയിലൂടെ മേപ്പാടിയിലെത്തി. മേപ്പാടിയിൽ നിന്ന് പിന്നീട് ചൂരൽമല, എറണാകുളം ഭാഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം സഞ്ചരിക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ചൂരൽമലയിൽ എത്തിയതിനു ശേഷം ബെയിലി പാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള എഞ്ചിനീയറിംഗ് ടീമുമായി സംവദിക്കും. അതിനുശേഷം ആ മേഖലയിൽ ഉള്ള നാശനഷ്ടങ്ങളുണ്ടായിട്ടുള്ള പ്രദേശങ്ങൾ അദ്ദേഹം കാണും. അതിനുശേഷം വീണ്ടും ഇവിടേക്ക് മേപ്പാടിയിലേക്ക് എത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മേപ്പാടി സെൻറ്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിന് സമീപത്താണ്. ആ ക്യാമ്പിലെത്തി അവിടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരോട് അദ്ദേഹം സംവദിക്കും. ദുരന്തം നേരിട്ട് ബാധിച്ച ആളുകളോട് അദ്ദേഹം സംസാരിക്കും. അവരുടെ പരാതികൾ കേൾക്കും, അവരുടെ ആവശ്യങ്ങൾ കേൾക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഈ
തിരിച്ച് SKMJ സ്കൂൾ ആ ഭാഗത്തേക്ക് പോകും, കളക്ട്രേറ്റിലേക്ക് പോകും. ഇതിനിടെ വിംസ് മെഡിക്കൽ കോളേജ് ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കുകയും ചികിത്സ നൽകുകയും ഇപ്പോൾ നിലവിൽ കൂടുതൽ ചികിത്സയിൽ കഴിയുന്നതുമായ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് വിംസിലേക്ക് അദ്ദേഹം എത്തും എന്നാണ്. നേരത്തെ തന്നെ അവിടെ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു. ഈ വഴിയിലൂടെയാണ് ആ വാഹന വ്യൂഹം. അങ്ങനെയെങ്കിൽ വിംസ് മെഡിക്കൽ കോളേജിലേക്ക് കടന്നു പോവുക. ഈ സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിന് തൊട്ടു മുന്നിലൂടെയുള്ള വഴിയിലൂടെയാണ് അദ്ദേഹം കടന്നു പോവുക. അതിനുശേഷം വീണ്ടും കൽപ്പറ്റയിലേക്ക് വരും. വിംസ് മെഡിക്കൽ കോളേജ് പ്രാഥമികമായി ഈ സന്ദർശന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ അത് മാറുന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ അവിടേക്ക് എത്താനുള്ളൊരു അവിടെ സന്ദർശിക്കാനുള്ള സാധ്യത ഇല്ല. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം വിംസ് മെഡിക്കൽ കോളേജ് കൂടി അത് സന്ദർശിച്ച് അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും ബന്ധുക്കളെയും അദ്ദേഹം കാണും എന്ന് തന്നെയാണ്. അതിനുശേഷമായിരിക്കും കളക്ട്രേറ്റ് എത്തുക. കളക്ട്രേറ്റിൽ മുഖ്യമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്നൊരു അവലോകന യോഗം ചേരുന്നുണ്ട്. അതിൽ ചീഫ് സെക്രട്ടറി ഈ ദുരന്തം സംബന്ധിച്ച് അത് വിശദീകരിക്കുന്ന ചില റിപ്പോർട്ടുകൾ അദ്ദേഹം കൈമാറും. അതിനുശേഷം മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുക, അല്ലെങ്കിൽ എന്താണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഒരു പ്രാഥമിക വിശദീകരണം നൽകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് വയനാട് പൊതുവിൽ കേരളവും പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഈ വലിയൊരു ദുരന്തത്തെ നേരിട്ടു സംസ്ഥാന സർക്കാർ ഒരു ടൗൺഷിപ്പ് പോലുള്ളൊരു പുനരധിവാസ പദ്ധതിയാണ് ഈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനും മറ്റുമായി ആലോചിച്ചിരിക്കുന്നത്. അതിലെല്ലാം കേന്ദ്ര സഹായം വളരെ അനിവാര്യമായി ലഭിക്കേണ്ടതുണ്ട്. സാമ്പത്തിക സഹായം മാത്രമല്ല, മറ്റ് പല ഘടകങ്ങളിൽ പല സ്വഭാവങ്ങളിൽ ആ സഹായം ആവർത്തിക്കേണ്ടതുണ്ട്. ഏതായാലും അത്തരത്തിൽ ഉള്ള സഹായങ്ങൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുകയാണ് സംസ്ഥാനം. വയനാട് ആ പ്രതീക്ഷകൾ ഈ സന്ദർശനത്തിന് ശേഷം ഇതിന്റെ ആഘാതം മനസ്സിലാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ശരി, അനൂപ് KR വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം സ്വാലിഹും സന്തോഷമുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനത്തിൽ വലിയ തോതിലുള്ള പ്രതീക്ഷ കേരളത്തിലുണ്ട്. ഇന്ന് നടക്കുന്ന അവലോകന യോഗം, ഈ സന്ദർശനത്തിന് ശേഷം നടക്കുന്ന അവലോകന യോഗം ഏറെ നിർണായകമാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ഏറ്റവും കൃത്യമായി മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന സംഘം പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കും. അതിനുശേഷം ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ പ്രത്യേക പാക്കേജ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിലപാട്, ഒരു തീരുമാനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.